ചെങ്കുത്തായ മലബാരത്തിൽ മണിയുടെ കൺമണി മീനാക്ഷിക്കുട്ടിയെ അയ്യപ്പൻ ചുമലിലേറ്റി. പൂച്ചപ്പാറ മലയിറങ്ങുമ്പോൾ കരുളായി വനം ഒരിക്കൽ കൂടി കണ്ണീർ പൊഴിച്ചു. കഴിഞ്ഞ 4-ാം തീയതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ചോലനായകൻ പൂച്ചപ്പാറ മണിയുടെ വിയോഗത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ ഇവരുടെ കുടുംബമാണ് നാട്ടിൽ താമസിക്കുവാനായി മലയോടും മലദൈവങ്ങളോടും യാത്ര പറഞ്ഞ് മലയിറങ്ങിയത്. ഇത്രയും കാലം ഈ കുടുംബത്തെ മാറോടണച്ച് സംരക്ഷിച്ച കാട് തന്റെ മക്കളിലൊരുവനെ മറ്റൊരു മകൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി തനിച്ചായിപ്പോയ മാതിയെ സംരക്ഷിക്കുവാൻ കഴിയാത്തതിലുള്ള വിഷമത്തിൽ കാടിന്റെ തേങ്ങലിൽ പൂച്ചപ്പാറയിലെ മറ്റ് ആദിവാസികളുടെ കണ്ണുകളിലും ഈറനണിഞ്ഞു. മണിയുടെ ഭാര്യ മാതി, മക്കളായ മീനാക്ഷി, മീര, മനു, മീന, മാതിരി എന്നിവരാണ് നാട്ടിൽ താമസിക്കുവാനായി മണിയുടെ സഹോദരൻ അയ്യപ്പന്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും കൂടെ കാട് വിട്ടിറങ്ങിയത്. നടക്കാൻ കഴിയാത്ത മീനാക്ഷിയെ അയ്യപ്പൻ 2 കിലോമീറ്ററോളം ദൂരം കുട്ടയിൽ ചുമന്നാണ് വാഹനമെത്തുന്ന കണ്ണിക്കൈയിലെത്തിച്ചത്. ഒരാൾക്ക് മാത്രം നടന്നു പോവാൻ കഴിയുന്ന ഇടവഴിയിൽ മീനാക്ഷിയുമായി വരുന്ന അയ്യപ്പനായി ഒപ്പമുള്ളവർ കാട് വെട്ടി വഴിയൊരുക്കി നൽകിയതും പൂച്ചപ്പാറയിൽ നിന്നും ഇവരെ യാത്രയാക്കാൻ എത്തിയവരുടെ സ്നേഹപ്രകടനങ്ങളും കണ്ടുനിന്നവരിലും സങ്കടം ജനിപ്പിച്ചു. ടാക്സി വാഹനത്തിൽ വനം വകുപ്പിന്റെ അകമ്പടിയോടെയാണ് ചെറുപുഴയിലെ നെടുങ്കയം വനം സ്റ്റേഷന് സമീപം ഇവരെത്തിയത്. ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിൽ ഇവർക്ക് താൽക്കാലികമായി താമസിക്കുവാൻ വനം വകുപ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മലയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കാട്ടുകൊമ്പൻ പോലും അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് വഴികാട്ടുവാൻ മുന്നിൽ നടന്നു. ആനയെ നിത്യവും കാണാറുള്ളതിനാൽ അധികം ഭയമില്ലായിരുന്നു. മണി കൊല്ലപ്പെട്ട ശേഷം ആദ്യമായാണ് ആനയെ കാണുന്നത്. അതിനാൽ കണ്ടപാടെ പേടിച്ചു പോയെന്നും എന്നാൽ തങ്ങളെ ഒന്നും ചെയ്യാതെ കുറെ ദൂരം മുന്നിൽ നടക്കുകയും പിന്നെ വഴിയിൽ മാറി നിൽക്കുകയും ചെയ്തതായി മാതി പറഞ്ഞു. മീനാക്ഷിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും മണിയുടെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകുന്നതിനും വേണ്ടിയാണ് ഇവർ കരുളായിലേക്ക് താമസം മാറ്റിയത്. സർക്കാർ പറഞ്ഞ ജോലി കിട്ടിയാൽ എത്രയും വേഗം ജോലിക്ക് പോയി തുടങ്ങുമെന്നും മാതി പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.